Vigneshwara Exports. Hi, Ravi. At usual place, usual time. Okay? രമേ, ഈ പൂവിനെ പോലെ നമ്മുടെ ജീവിതവും എന്നും നിറമുള്ളതായിരിക്കണം. രവി, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങളുടെ സ്നേഹത്തെയും വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ വലിയവരാണ്. എന്റെ അച്ഛന്റെ വ്യാപാരം നശിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്ഥിതി ഒരുപാട് കഷ്ടത്തിലായി. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ജോലിക്ക് ചേർന്നത്. താങ്ക് ഗോഡ്. അതുകൊണ്ട് രമയെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞു. അതെന്റെ ഭാഗ്യമാണ്. നമ്മൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാണ്. എന്റെ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. അതെ രമേ. Hello, trunk booking? This is 25258. Book a call to Mancheri 5023. Urgent call. Thank you. എന്തെങ്കിലും പറഞ്ഞു? എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? പറയൂ. ഓ റിയലി? ഞാൻ വരട്ടെ. അതുവരെ നീ ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട. എനിക്ക് കമ്പനി ഇവിടെ ഉണ്ട്. ഓക്കെ? അതിരിക്കട്ടെ. നിനക്ക് പെൺകുഞ്ഞു വേണോ ആൺകുഞ്ഞു വേണോ? എനിക്ക് നിങ്ങളെ മതി. ഇത് ദൈവം തന്നതാ. നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്ത. ഹലോ, മഞ്ചേരിയാണോ? കൊടുക്കൂ. ഹലോ അമ്മേ, ഞാൻ രമയാണ് സംസാരിക്കുന്നത്. ഒരു ഗുഡ് ന്യൂസ്. രവിയുടെ അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. രവി തന്നെയാണ് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷമായി മോളെ. അതിനേക്കാളും മുഖ്യമായ ഒരു കാര്യമുണ്ട്. എനിക്ക് ഇപ്പോഴാണ് വിശദമായ വിവരം കിട്ടിയത്. നിന്റെ അച്ഛൻ ആക്സിഡന്റ് ആയി മരിച്ചതല്ല മോളെ. അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ലോറി കയറ്റി കൊന്നതാണ്. കൊലയോ? അതെ രമേ. നിനക്ക് ഞാൻ കത്തെഴുതിയാണ് പോസ്റ്റ് ചെയ്തില്ല. അപ്പോഴാണ് എന്റെ ഫോൺ കിട്ടിയത്. രമേ, ഒരു കാര്യം ചെയ്യും. നാളെ നിന്റെ ഓഫീസ് അവധിയാണല്ലോ. രാവിലെ ഇങ്ങോട്ട് വരൂ. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമാക്കി തരാം. ശരി അമ്മേ. അമ്മേ, അമ്മേ,
കുഞ്ഞ് കുഞ്ഞ് വരുന്നു എന്നറിഞ്ഞ് അമ്മ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. എന്നെ മാർക്കറ്റിലേക്ക് അയച്ചു. മടങ്ങി വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കുഞ്ഞിനെ അയക്കാൻ അമ്മ എഴുതി വെച്ച കത്തായത്. കുഞ്ഞ് വരുന്നു എന്നറിഞ്ഞ് പോസ്റ്റ് ചെയ്തില്ല. ഇതാ കത്ത്. പുരുഷോത്തമൻ. നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് നമ്മുടെ ഒരു അതിഥി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അയാളുടെ കോട്ടിൽ ചുവന്ന റോസാപ്പൂ കുത്തിയിട്ടുണ്ടാവും. അയാൾക്ക് നമ്മുടെ ബ്രീഫ് കേസ് കൊടുക്കണം. അയാൾ വേറൊരു ബ്രീഫ് കേസ് തരും. അത് വാങ്ങി ഭദ്രമായി നമ്മുടെ ജൂനിയർ ഷാപ്പിൽ കൊടുക്കും. ഓക്കെ? യെസ് ബോസ്. ഇന്ന് എത്ര പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്തു? 2 പേരെ. വെരി ഗുഡ്. നാളെ നേരം പുലരുന്നതിന് മുമ്പ് അവരുടെ കണ്ണ് കെട്ടി അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടേക്ക്. ഓക്കെ ബോസ്? പുരുഷോത്തമ, ആരാണ് നീ? നീ കൊല ചെയ്തില്ലേ നിന്റെ പാർട്ട്ണർ വിശ്വനാഥൻ? അദ്ദേഹത്തിന്റെ മകളാണ് ഞാൻ. ഓഹോ, ആ വിശ്വനാഥന്റെ മകളാണോ നീ? നിന്റെ അച്ഛനെ ഞാൻ കൊല ചെയ്തെന്നോ? ആരാ പറഞ്ഞത്? എല്ലാം എനിക്കറിയാം. എന്റെ അച്ഛനെ പാർട്ണർഷിപ്പിൽ നീ വഞ്ചിച്ചതും അദ്ദേഹത്തിന് കിട്ടാനുള്ള പണം നീ തട്ടിയെടുത്തതും എന്റെ അച്ഛൻ കേസ് കൊടുക്കാൻ പോയപ്പോ അദ്ദേഹത്തിനെ കൊന്നതും എല്ലാം എനിക്കറിയാം. എന്റെ അച്ഛനെ കൊന്ന വിവരം അറിഞ്ഞ എന്റെ അമ്മയെ നിങ്ങൾ കൊന്നു. എന്നെ അച്ഛനും അമ്മയും ഇല്ലാത്തവളാക്കി. എന്നെ നിങ്ങൾ ആരോരും ഇല്ലാത്ത അനാഥയാക്കി. ഞങ്ങളോട് എന്തിനെ ദ്രോഹം ചെയ്തു? പറയൂ. പറയാനല്ലേ പറഞ്ഞത്? സമാധാനിക്ക്, സമാധാനിക്ക്. കരയണ്ട, കരയ. വളരെ കഷ്ടമായി. അല്ല, നിന്റെ അച്ഛൻ, ആ പാവം മനുഷ്യൻ, ഇത്ര നല്ല സൗന്ദര്യവതിയായ മകളുണ്ടെന്ന് എന്നോടൊരു വാക്ക് പറയാതെ മരിച്ചുപോയല്ലോ. നോക്ക് നോക്ക് നോക്ക്. നീ വിഷമിക്കേ ചെയ്യും. പിന്നെ നിന്നെ ഞാൻ ഒരിക്കലും അനാഥയാകാൻ വിടുകയില്ല. ഒരു റാണിയെ പോലെ ഞാൻ നോക്കിക്കൊള്ളാം. റാണിയോട് ഞാൻ പുരുഷോത്തമനാണ് സംസാരിക്കുന്നത്. ആ രമയില്ലേ, അവളുടെ അച്ഛനെയും അമ്മയെയും ഞാൻ മർഡർ ചെയ്തെന്ന് അവൾ മനസ്സിലാക്കി എന്നെ കൊല്ലാൻ വന്നു. ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവളെ ഞാൻ തടുത്തു. എന്റെ കൈ കുത്തിയിട്ട് പിടിക്കാൻ ചെന്നപ്പോ അവൾ ഓടി. ഇപ്പൊ അവൾ പുറത്തുള്ളത് എനിക്ക് വളരെ ആപത്താണ്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തട്ടിയേ പറ്റൂ. എന്ത് പറയുന്നു? വേണ്ടെന്നോ? പിന്നെന്ത് ചെയ്യാം? അവളെ വിട്ടുവെക്കുന്നത് എനിക്ക് ആപത്താണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. അവൾ വീട്ടിൽ വന്നു, ബ്യൂറോ തുറന്ന് വൈര നെക്ലേസ് എടുത്തോണ്ട് ഓടിപ്പോകാൻ ശ്രമിച്ചു. ഞാൻ പിടിക്കാൻ പോയി. അപ്പോ എന്നെ കുത്തിയിട്ട് രക്ഷപ്പെട്ടു. ഇവിടുന്ന് ഓടിപ്പോകുന്നത് കണ്ടതായ സാക്ഷികളെ സൃഷ്ടിക്കണം. ഇൻസ്പെക്ടർ ജോൺസൺ സർ. യെസ് സർ. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ രമ. ഓക്കെ സർ. യെസ് സർ. കോൺസ്റ്റബിൾസ് പൊയ്ക്കോളൂ. Stop it! Hey, stop it!
ഒരു അത്യാവശ്യ കാര്യമായിട്ട് വേഗത്തിൽ പോയായിരുന്നു സാർ. എന്താ അത്യാവശ്യ കാര്യം? എന്താടാ ബോക്സിൽ? ബിസ്ക്കറ്റ്, ഗോൾഡ് ബിസ്ക്കറ്റ്. ഞങ്ങൾ വെറും ശമ്പളക്കാരാണ് സാർ. മുതലാളി കൊടുത്തയച്ചതാ. തുറന്ന് കാണിക്കടാ. എന്താണോ, എന്ത് പറ്റി? നമ്മുടെ സയ്യിദിനെ പോലീസ് പിടികൂടി. ആരാ പിടിച്ചത്? ആ ഇൻസ്പെക്ടർ നാരായണൻ. ഞാൻ ഈ ബോക്സുമായി ഓടി രക്ഷപ്പെട്ടു. ആ, സാരമില്ല, ശരിയാക്കാം. നീ ഈ ബോക്സ് കൊണ്ടുപോയി തോമസ് കുട്ടിയെ ഏൽപ്പിച്ചേക്കൂ. അപ്പോ സയ്യിദ്? അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഗോ മാൻ. ആ. ഹലോ, ആ SP മുരളീധരനല്ലേ? ഞാൻ പുരുഷോത്തമാണ് സംസാരിക്കുന്നത്. ആ, ഒരു അർജന്റ് മാറ്റർ ഉണ്ട്. ആ, ആരാടാ നിന്റെ ബോസ്? എനിക്കറിയില്ല. എടാ, പറയാനാ പറഞ്ഞത്? എനിക്കറിയില്ല സാർ. പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഉയർന്ന് ഞാൻ ഓരോ നൂലെടുക്കും. സത്യം പറഞ്ഞില്ലെങ്കിൽ സാർ എന്നെ കൊല്ലും. സത്യം പറഞ്ഞ ആ മുതലാളി എന്നെ, എന്റെ കുടുംബത്തെ കൊല്ലും സാർ. നീ പറയില്ലല്ലോടാ. ഹലോ, A5 പോലീസ് സ്റ്റേഷൻ. സർ, യെസ് സർ, ഞാൻ കൊടുക്കാം സർ. മിസ്റ്റർ നാരായണൻ, SP അണ്ടറായി. മിസ്റ്റർ നാരായൺ, സയ്യദ് എന്ന ഒരാളിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതെ സാർ. ഓ, ഐ സി. അവന്റെ കയ്യിൽ നിന്ന് തെളിവ് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല സാർ, കൂടെ ഉണ്ടായിരുന്ന ബോക്സുമായി ഓടി രക്ഷപ്പെട്ടു. നോക്കൂ മിസ്റ്റർ നാരായൺ, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അവൻ വളരെ പാവമാണ്. യു ഡു വൺ തിങ്, റിലീസ് ഹിം. വാട്ട്? അവനെ റിലീസ് ചെയ്യാനോ? എന്താ സാർ, ഈ കേസ് കണ്ടുപിടിക്കാൻ രാവും പകലും വളരെ കഷ്ടപ്പെട്ടു സാർ. അല്ല സാർ, ഈ സ്മഗ്ലിംഗ് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് ദിവസവും പേപ്പറിലും അസംബ്ലിയിലും വളരെയേറെ പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നുണ്ട് സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമായിരിക്കാണ് സാർ. അത് സാറിന് അറിയാമല്ലോ. അല്ല സാർ, ഈ ഗ്യാങ്ങിൽ ലീഡറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നാളെ എന്റെ ഒരു ഗ്യാങ് നമ്മളെ വലയിൽ വീഴ്ത്താൻ സാർ. എനിക്കൊരു 5 നിമിഷം സമയം തരാം സാർ. അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം സാർ. ഇൻസ്പെക്ടർ നാരായൺ, ദിസ് ഈസ് മൈ ഓർഡർ. ഓക്കേ? ഒരു സ്മഗ്ലറെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു, എന്നിട്ട് ഇത്ര പെട്ടെന്ന് വിടാൻ പറയുന്നു. മിസ്റ്റർ നാരായണൻ, എന്റെ അനുഭവം വെച്ച് പറയുക, തെറ്റായി കരുതരുത്. മുകളിൽ നിന്ന് വന്ന ഓർഡറിനെ ഡിസൊബേ ചെയ്യുന്നത് ആപത്താണ്. നോക്കൂ, നമുക്ക് നാമേ കുഴി തോണ്ടിയതുപോലെ. ഞാൻ പറയുന്നത് കേൾക്കൂ, അവനെ അങ്ങ് വിട്ടേക്ക്. PC, അവനെ തുറന്നോട്ടേക്കൂ. ഇതെന്താ കേസ്? ഇത് ഭയങ്കര കേസാ. കളവ്, കൊലപാതകം. ഈ പെണ്ണോ? അതെ മിസ്റ്റർ നാരായണൻ, ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെയാ. അവസരം കിട്ടിയാൽ അരിഞ്ഞുകളയും. ആരെയാ കൊല ചെയ്യാൻ ശ്രമിച്ചത്? ആ പ്രജാസേവാ നിരത പുരുഷോത്തമനെ. ഇല്ല, നോക്കൂ, ഞാൻ മോഷ്ടിക്കാൻ പോയില്ല. ഞാൻ ആരെയും കൊല്ലാനും പോയില്ല. ഞാൻ നിരപരാധി. സാർ, എനിക്ക് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കണം.
ഇതാണ് സാർ എന്റെ കഥ. സാർ, ഇവരുടെ കഥ കേട്ടിട്ട് ഇവർ നിരപരാധിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് ഇവരെ വെറുതെ വിട്ടുകൂടാ? സോറി മിസ്റ്റർ നാരായൺ, ഇത് SP-യുടെ നിർദ്ദേശമാണ്. FIR എഴുതി കഴിഞ്ഞു. ചാർജ് ഷീറ്റ് കൊടുത്ത് ഇവരെ കോർട്ടിൽ ഹാജരാക്കണം. ഐ സി. നോക്കില്ലേ, നിങ്ങൾക്കിനി ഒരു വഴിയേ ഉള്ളൂ ബാക്കി. ആരെങ്കിലും നിങ്ങൾ ജാമ്യത്തിലെടുക്കണം. ഏതെങ്കിലും വക്കീലിന് പരിചയമുണ്ടോ? ഇല്ല സാർ. എങ്കിൽ മറ്റാരെങ്കിലും ഈ നാട്ടിൽ പരിചയമുണ്ടോ? ഉണ്ട് സാർ. മിസ്റ്റർ രവി. 765064 ആണ് ഫോൺ നമ്പർ. റൈറ്റ്.